യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന. അമ്മ മാതാവിൻ്റെ അത്ഭുത പ്രവർത്തനമായി ഞാൻ ഇവിടെ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് തന്നെ അമ്മ മാതാവിൻ്റെ ഓരോ സഹായത്തിൻ്റെ ഓരോ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നാണ് ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പേര് അന്റോണിയോ, ഞാൻ കോട്ടയം ദേശത്തു നിന്ന് വരുന്നു. എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2023 ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കമ്പനിയിൽ സെയിൽസ് അക്കൗണ്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൂടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ ചെയ്ത ക്രമക്കേടിൻ്റെ രീതിയിൽ അവരുടെ കൂടെ ആ പേപ്പറിലും ബാക്കിയുള്ളതും അതിന് ഉത്തരവാദിയായിട്ടുള്ള രീതി അവരുടെ കൂടെ എന്നെ ജയിൽവാസത്തിലേക്ക് അവരെ അയക്കുകയും കേസ് കൊടുക്കുകയും എന്നെ കുറ്റമുക്തനാക്കി കേസിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ രീതിയിൽ ഞാൻ കൂടുതൽ വിഷമിക്കുകയും എൻ്റെ കുടുംബവും എൻ്റെ കുടുംബാംഗങ്ങളും എനിക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്തു. ഒന്നിനും ഒരു തീരുമാനവും ഇല്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. 1 വർഷം ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ ഇതിൽ 1 വർഷം കഴിഞ്ഞിട്ടും ഒന്നും മുന്നോട്ട് നീങ്ങുന്നില്ല. 6 മാസവും കൂടെ മുന്നോട്ട് പോകേണ്ട അവസ്ഥ വന്നു. ഇതിനനുസരിച്ച് എൻ്റെ അമ്മ 2024 ഫെബ്രുവരി വന്ന് ഉടമ്പടി പുതുക്കുകയും അതുപോലെ തന്നെ എൻ്റെ വൈഫ് എൻ്റെ കൂടെ തന്നെ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. സൗദിയിൽ ഓൺലൈൻ വഴി ഉടമ്പടി പുതുക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ രീതിയിൽ ജയിൽവാസത്തിലായത് കാരണം നമുക്ക് അമ്മയുടെ കാശ് രൂപമോ ഒന്നും വെച്ച് പ്രാർത്ഥിക്കാനോ ഒരു കാര്യത്തിനും നടക്കുകയില്ല. നേരത്തെ എൻ്റെ കയ്യിൽ ഇവിടെ നിന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ കിട്ടിയ കാശ് രൂപം ഉണ്ടായിരുന്നു. ആ കാശ് രൂപം അവരുടെ ഒരു മുസ്ലിം രാജ്യമാണല്ലോ, ആ രീതിയിൽ അവരത് വലിച്ചെറിഞ്ഞ് കളഞ്ഞു. അതിൽ നമുക്ക് ഒത്തിരി വിഷമമുണ്ട്. ആ രീതിയിൽ എൻ്റെ കുടുംബങ്ങളും മാതാപിതാക്കളും ഭാര്യയും കുടുംബാംഗങ്ങളും മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും ബാക്കിയുള്ളതും ചെയ്തതിൻ്റെ രീതിയിൽ അവർ നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞു സൗദി അറേബ്യയുടെ പൈസ 2 ലക്ഷം റിയാൽ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളൊരു 3 പേരായിരുന്നു. 3 പേര് ഈ പൈസയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടി 1 വർഷത്തെ ശിക്ഷാവധി അനുഭവിക്കുകയും ഈ പൈസ എങ്ങനെ അടയ്ക്കണമെന്ന് ഒരു തീരുമാനവും ഇല്ലാതെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അമ്മ മാതാവ് ഒരു ഉത്തരമായിട്ട് ഞങ്ങൾ ഒരു അഡ്വക്കേറ്റിനെ വെക്കുകയും അമ്മ മാതാവിൻ്റെ അത്ഭുത പ്രവർത്തനത്തിലൂടെ അഡ്വക്കേറ്റ് പ്രവർത്തിച്ച് മക്കമയിലൂടെ സംസാരിച്ച് 3 പേർക്കും 3 തുകയായി വീതിച്ചു കൊടുക്കുകയും ഒരാൾക്ക് 50 ലക്ഷം രൂപ, നമ്മുടെ നാട്ടിലെ 50 ലക്ഷം രൂപ കൊടുക്കണമെന്നാണ് പറയുന്നത്. ആ രീതിയിൽ 20 ലക്ഷം രൂപ ആക്കി തരികയും അത് നമുക്ക് അമ്മ മാതാവ് മറ്റുള്ളവരുടെ സഹായങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമ്മുടെ തന്നെ സ്വന്തമായി കഷ്ടപ്പെട്ട രീതിയിൽ ആ പൈസ അടച്ച് നമുക്ക് പുറത്തേക്ക് പോകാനുള്ള രീതിയിൽ അമ്മ മാതാവ് ഒത്തിരിയായി സഹായിച്ചു. ആ രീതിയിൽ എൻ്റെ രീതിയിലുള്ള രീതിയിൽ ഞാൻ പൈസ അടയ്ക്കുകയും അമ്മ മാതാവ് ഒത്തിരി സഹായങ്ങൾ ചെയ്ത് എനിക്കിപ്പോൾ എൻ്റെ പൊന്നുമോളെ ഞാൻ 1.5 വയസ്സ് വരെയുള്ളൂ കണ്ടിട്ടുള്ളൂ. അവളെ ഇപ്പോഴാണ് കാണുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളിലും എല്ലാത്തിൽ നിന്നും അമ്മ മാതാവ് രക്ഷിച്ച് ഇവിടം വരെ എത്തിച്ചു തന്നതിന് അമ്മ മാതാവിനോട് നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു. 1000 നന്ദി പറയുന്നു. എൻ്റെ മോൻ ജയിലിൽ കിടക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ആകെ വിഷമമായി. ഞാൻ അച്ഛനെ അടുത്ത് വന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അച്ഛൻ എൻ്റെ തലയ്ക്ക് പിടിച്ച് കാശ് രൂപം എൻ്റെ കയ്യിൽ തന്നു. അതും ഞാൻ കയ്യിൽ പിടിച്ച് എപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എനിക്കൊരു ഒരു മകളും ഉള്ളു. മകളെ കെട്ടിച്ചും വിട്ടു. ഈ സങ്കടം സഹിക്കാൻ വയ്യാതെ ഞാൻ എപ്പോഴും കൊന്ത ചൊല്ലുകയും ബൈബിൾ വായിക്കുകയും എല്ലാവർക്കും സഹായം ചോദിച്ചു വരുന്നവർക്ക് സഹായം കൊടുക്കുകയും അനാഥാലയങ്ങളിൽ കൊടുക്കുകയും ആശുപത്രികൾ രോഗികളെ പോയി കാണുകയും ആശുപത്രിയിൽ ഒക്കെ പോയി രോഗികളെ സമാധാനിപ്പിക്കുകയും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ദൈവമാതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് നമുക്ക് 2 കൂട്ടർക്കും പ്രാർത്ഥിക്കാം പറയുകയും ചെയ്തു. ഒരു ദിവസം ഞാനിങ്ങനെ കിടന്നപ്പോൾ എൻ്റെ അമ്മ മാതാവ് എൻ്റെ അടുത്തോട്ട് പറയുന്നു, ഒരു കുരിശ് രൂപം നീ തുടച്ചതു നന്നായി, നീ അതിൽ നോക്കി എന്നും പ്രാർത്ഥിക്കണം, നിന്നെ രക്ഷപ്പെടുത്തും, നിൻ്റെ മോൻ എൻ്റെ അടുത്ത് വരും. ഞാനൊരു ദിവസം സ്വപ്നം കണ്ട് എൻ്റെ മാതാവ് എൻ്റെ മോൻ എൻ്റെ അടുത്ത് ബാഗും തൂക്കി എൻ്റെ അടുത്ത് വരുന്നതായിട്ട്. അതിൻ്റെ ശേഷം 8 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഓർക്കപ്പുറത്ത് എൻ്റെ മകൻ എൻ്റെ അടുത്ത് വന്നു. മാതാവിൻ്റെ പല രീതിയിലും മഴവില്ലിൻ്റെ രീതിയിലും പ്രകാശങ്ങൾ വെട്ടിമാറുന്ന രീതിയിലും എല്ലാം കാണിച്ച് എപ്പോഴും പ്രാർത്ഥിക്കുമ്പം നീ സമാധാനമായിട്ടിരിക്കുക, നിൻ്റെ മകൻ വരും, നിൻ്റെ മോൻ വരും. അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായം 5-7 തിരുവചനങ്ങൾ. പത്രോസ് കാരാഗൃഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു. സഭ അവനു വേണ്ടി ദൈവത്തോട് തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.